മലപ്പുറം ജില്ലയിലെ എടവണ്ണക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല കിടിലൻ സ്പോട്ടാണ് ആമസോൺ വ്യൂ പോയിന്റ്. വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ നല്ല ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടോ അങ്ങനെ വരുമ്പോൾ നല്ല കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ വരാൻ പറ്റുന്ന എല്ലാവരും വരാൻ ശ്രമിക്കാം. പൊന്നാനിയിൽ നിന്ന് ഏകദേശം 2-3 മണിക്കൂറോളം ഉണ്ട് ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും നല്ല ബൈക്ക് എടുത്ത് വരുന്നുണ്ട്. കാറി വന്ന് അടിയിൽ നിർത്തേണ്ടി വരും. അത്യാവശ്യം ട്രെക്ക് ചെയ്തിട്ട് മേലോട്ട് കയറാണ്ട്. റോഡുകളൊക്കെ പറ്റ മോശമാണ്, അതുകൊണ്ട് വണ്ടികൾ കേടുവരാൻ ചാൻസ് ഉണ്ട്. ബൈക്കാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനുള്ള വണ്ടിയായിട്ട് വന്നു. പുതിയ വണ്ടിയായിട്ടൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള വണ്ടിയായിട്ട് വരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മേൽപോട്ട് കയറി പോവാം. കാറാണെങ്കിൽ അടിയിൽ നിർത്തേണ്ടി വരും. പിന്നെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. 900-1500 രൂപയോളം വരുന്ന ട്രക്കിംഗ്. ഒരുപാട് പേരുണ്ടാകുമ്പോൾ അതിൽ കയറുന്നതായിരിക്കും നല്ലത്. പക്ഷേ ജീപ്പിൽ കയറുമ്പോൾ ബാക്കിയുള്ളവർക്ക് ആ സ്ഥലങ്ങൾ കാണാൻ പറ്റില്ല. റോഡുകൾ പറ്റ മോശമാണ്. പിന്നെ വരുമ്പോൾ ഏറ്റവും നല്ല രാവിലെ വരാൻ ശ്രമിക്കണം കേട്ടോ. നേരം വൈകിയാൽ വെയിൽ ഉദിച്ചാൽ പിന്നെ അവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും എൻ്റെ വൈഫൊക്കെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പെരുന്നാളായതുകൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞായറാഴ്ച പോയതാണ്. അപ്പോൾ നല്ല കിടിലൻ സ്പോട്ട് തന്നെ ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് ഏകദേശം പുലർച്ചെ 3 മണിക്ക് പോയി. ആ 3 മണിൻ്റെ ഇടയിൽ നമ്മൾ പള്ളി എത്തിയപ്പോൾ ജസ്റ്റ് കിടന്നു പറയും. അങ്ങനെ 8 മണിയായപ്പോൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ച് ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി കുത്തനെയുള്ള കയറ്റങ്ങളാണ്. മോശമായ റോഡുകൾ പറ്റ മോശമാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും കുറച്ചുകൊണ്ട് കയറി ബൈക്കുകളൊക്കെ നിർത്തി പിന്നീട് നടക്കാണ്. മേൽപോട്ട് ഇനിയും കയറും, പക്ഷേ പറ്റ മോശം റോഡായതുകൊണ്ട് ബൈക്ക് മുന്നോട്ട് പോയി കേടുവരുമെന്ന് പേടിച്ചിട്ടാണ് നിന്നത്. പിന്നെ അവിടെ പോയാൽ ആകെ ഒരു ചെറിയൊരു പെട്ടിക്കട കാണാൻ പറ്റും. കുറച്ചൊക്കെ മുമ്പ് ഇവിടെ QR ആയിട്ട് സ്കാൻ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അവിടെ ആളിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങനെ അവിടെ ചെറിയൊരു കുട്ടി ഉണ്ടായിരുന്നു. പോയന്ന് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ ഭാഗത്ത് ആരോ തീയിട്ടിട്ട് ഫുള്ളും കത്തി കയറാണ്. അപ്പോൾ സാധനങ്ങളൊന്നും അധികം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് വെള്ളം കുടിച്ച് അവിടെ ഞങ്ങൾ നേരെ വ്യൂ പോയിന്റ് കാണാൻ കയറി. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളെ ആമസോൺ എന്നുള്ള നമ്മുടെ ബ്രസീലിലുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇത് വ്യത്യസ്തമായിട്ട്, കാരണം ഇവിടെ ചാലിയാർ പുഴയുടെ ഒരു ഭംഗിയാണ്. ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നു. പിന്നെ അടിഭാഗത്ത് നല്ല കാടുകളൊക്കെ വരും. അങ്ങനെയാണ് ഇതിന് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് വന്നിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം മല കയറാൻ പറ്റുന്ന ആളുകൾ വന്നാൽ മതി, കാരണം നല്ല ബുദ്ധിമുട്ടാണ് മേൽപോട്ട് കയറാൻ വേണ്ടിയിട്ട്. ആ ഭാഗം കണ്ട കത്തി കരിഞ്ഞു പോയിക്കണം. ഒരുപാട് ഭാഗത്ത് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ല മഴക്കാലത്ത് വരാൻ ശ്രമിച്ചാൽ നല്ല പച്ചപ്പ് ഉണ്ടായിരിക്കും, നല്ല വൈബാവട്ടെ. ആ സമയത്താണ് നമ്മൾ ചാലിയാർ പുഴ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റും. ഞങ്ങൾ മഴ ഇല്ലാത്ത ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നു. ചൂട് സമയം കേട്ടോ. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ രാവിലെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിനനുസരിച്ച് വരാം. ഏറ്റവും നല്ല രാവിലെ ആ ഒരു 6 മണി സൂര്യ ഉദിക്കുന്ന സമയത്ത് വന്നാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം വരെ ഉച്ച സമയത്തൊക്കെ ഒന്നും അവിടെ നിൽക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അവിടെ ആകെയുള്ള ഒരു ചായക്കട മാത്രമേ ഉള്ളൂ. ചായക്കടയും ജ്യൂസും ഒക്കെ, ജ്യൂസല്ല നമ്മളെ ലൈമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ട്രെക്ക് ചെയ്യുമ്പോൾ വെള്ളം കുപ്പി എപ്പോഴും കൈ കരുതൊക്കെ. മല കയറുമ്പോൾ ദാഹം നല്ല വരും. അപ്പോൾ ബുദ്ധിമുട്ടായി മാറും. പോകുന്ന വഴിയിലൊക്കെ നല്ല റബ്ബറിൻ്റെ തോട്ടം കാണാൻ പറ്റും. ഇത് പ്രൈവറ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ റബ്ബർ കൃഷിയൊക്കെ നല്ലതുണ്ട്. റബ്ബർ എന്താ ചെയ്യുന്ന ഒരു ഫാക്ടറി പോലത്തെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ ഇങ്ങനെ ഷീറ്റ് പോലെ ആക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഈ കടയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കയറും തോറും അത്യാവശ്യം എന്താ കയറ്റാണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇരുഭാഗത്ത് കത്തി നശിച്ചിരിക്കണ്. നമ്മൾ കത്തിയിട്ടെ ഇത് കാറ്റത്ത് ഇങ്ങനെ പുക ഇങ്ങനെ എയർ വന്നിട്ട് വീണ്ടും ഓരോ സൈഡ് ഇങ്ങനെ കത്തി ഇങ്ങനെ വൈകുന്നേരമൊക്കെ നല്ല കാറ്റാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് സൈഡുകൾ കയറിഞ്ഞിരിക്കണം. ഇപ്പോൾ കണ്ടോ വളരെ ദുർഗുണം പിടിച്ച സ്ഥലങ്ങളാണ്. ഇതിന് മുകളിലോട്ട് ഒരുപാട് കയറി പോകാനുണ്ട്. നമ്മൾ ബൈക്ക് വെച്ച് കുറച്ചാണ്ട് കയറിയപ്പോൾ ചെറിയൊരു കട ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ അത്യാവശ്യം മേടിച്ച് വെച്ചോ, കാരണം മേലോട്ട് കയറുമ്പോൾ ബുദ്ധിമുട്ട്. ഞങ്ങളങ്ങനെ മേടിച്ച് വെച്ചില്ല. അതിൻ്റെ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നല്ല കയറാണ്ട് അത്യാവശ്യം ചൂട് കിട്ടാം. നേരം വഴിയുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ സൈഡിലൊക്കെ കത്തിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നുവെച്ചാൽ കാട് മൂടിയിട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇടജന്തുക്കളൊക്കെ ശല്യം പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കത്തിച്ച് കളഞ്ഞതാ. ബാക്ക് സൈഡിലൊക്കെ ഉണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ആമസോൺ വ്യൂ പോയിന്റ്. നമ്മുടെ എടവണ്ണ ഭാഗത്തേക്കായിട്ടാണ് വരുന്നത്. അരീക്കോട് എടവണ്ണ ഭാഗത്തേക്കായിട്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായും വരേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ്. പിന്നെ നടക്കാൻ നല്ല ആരോഗ്യമുള്ളവർക്കും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഈ കാൽമുട്ട് വേദനയുള്ളൊരു കുട്ടികളായിട്ടൊന്നും ഇങ്ങോട്ട് കയറാൻ നിൽക്കരുത്, എത്തിപ്പെടൂല. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് എന്ത് ചെയ്യണം ശ്രദ്ധിച്ചിട്ട് വേറെ. എന്നാലും നമുക്ക് നമ്മുടെ ഓർമ്മകളിൽ നല്ല മനോഹരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഇനി ഒരുപാട് കാലം കഴിഞ്ഞാൽ ഓർക്കുമ്പോഴൊക്കെ നല്ല മനോഹരമായ ഒരു നിമിഷമായിരിക്കും. അതൊക്കെ കയറാൻ ആഗ്രഹമുണ്ട്, പറ്റുമോ അറിയില്ല. എന്തായാലും ഇതുവരെ സ്ഥിതിക്ക് നമ്മളൊന്ന് കയറാൻ ട്രൈ ചെയ്യും. പിന്നെ ഇതൊക്കെ ഇരിക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെയാണ്. പക്ഷെ ഇവിടെ ഈ സമയത്തൊക്കെ അല്ലേ ഇരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷേ ഈ സമയത്ത് നല്ല വെയില. ഇവിടെ ഇരുന്ന് ആകില്ല. ഇപ്പോൾ നമ്മൾ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നേ, അത് തീർന്ന്. ഞാൻ അടുത്തങ്ങനെ എടുക്കണം. ഈ സൈഡിലൊക്കെ കണ്ട നല്ല മനോഹരമായ മലനിരകളാണ്. ഈ സൈഡിലൊക്കെ നല്ല ഭംഗി കാണാൻ. ചെറിയതായിട്ട് കോടയുള്ളൂ, വലിയ കോടകളൊന്നും കാണുന്നില്ല. ഒരു കുപ്പി കൂടി വെള്ളം മേടിച്ചാൽ മതിയായിരുന്നു. ആകെ ക്ഷീണിച്ചു. എന്തായാലും തിരിച്ചു പോകുമ്പോൾ ക്ലിയർ ആയിരിക്കും. പാതകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യങ്ങളിലും കാറ്റ് നല്ല നടക്കാൻ പറ്റില്ല, ശ്രദ്ധയോടെ നടക്കണം. ഏറ്റവും നല്ല മഴക്കാല സമയത്ത് വരുന്നതാണ് കേട്ടോ. ഫുള്ള് പച്ചപ്പാവും, മഴ ഉണ്ടായിരിക്കും, വൈബാണ് വേറെ ലെവല്.
പിന്നെ ഇങ്ങോട്ട് ബൈക്കായിട്ടൊക്കെ വരണമെന്നൊരു അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വന്നാൽ ഈ കുത്തനുള്ള കയറ്റമൊക്കെയാണ്, വളരെ മോശപ്പെട്ട റോഡുകളാണ്. അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള അടിഭാഗത്തേക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് വരുമ്പോൾ കുത്തനുള്ള ഇറക്കമൊക്കെയാണ്, വണ്ടി സ്ലിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധയിൽ മുൻകൂട്ടി അതിന് കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അത്രയും ഒരു ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലമൊക്കെ തന്നെയാണ് ഈ ആമസോൺ വ്യൂ പോയിന്റ്. പറയുമ്പോൾ നല്ല രസമാണ് കേൾക്കുക, ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നട്ടുച്ചൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട, നല്ല വെയിലാവും, കുത്തിനുള്ള മലയായ കാരണം നല്ല വെയിലും കാര്യങ്ങളുണ്ടാവും. വെയിൽ തട്ടിയിട്ട് ഈ പാറ ചൂടായിട്ട് ആ ചൂടും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആക്കേണ്ടി വരും. അപ്പോൾ ഇത് ഏറ്റവും മേലെ നമ്മൾ എറിഞ്ഞു ഇതിന് മുകളിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്ത നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഫുള്ള് പാറകൾ, ഒരുപാട് ആളുകൾ മേലെ ഒരു ടീം പോയിക്കണം. ഞങ്ങൾ പിന്നെ മേലോട്ട് കയറിയിട്ടില്ല, ഇനി കയറാനുള്ള ആരോഗ്യമില്ല. ഇത് നമ്മളെ ആമസോൺ വ്യൂ പോയിന്റിന്റെ ഏറ്റവും ടോപ്പിലാണ്. ഇനി മുകളിലോട്ട് കയറാൻ പറ്റും, അതിന് മേലക്കൊക്കെ കയറാം. പക്ഷെ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഒക്കെ കേട്ടോ കുട്ടികളിങ്ങനെ വരികയായി കിടക്കുന്നുണ്ട്, നല്ലോണം കിടക്കുന്നുണ്ട്. ഞങ്ങൾ ടീംസാണ്, ഞങ്ങളപ്പോൾ ആഗ്രഹിക്കും ഡൽഹിക്കുള്ള ടീംസാണ് നിൽക്കുന്നത്. ഫുൾ വീഡിയോ എടുത്ത് ചൂടുണ്ട്, പാറമത്തെ ചൂടാണെങ്കിൽ വേറെ ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അടുത്ത സ്പോട്ട് കവർ ചെയ്യണം. അപ്പോൾ ഇനി ഇതിന് മുകളിലേക്ക് ഇനി കയറാൻ പറ്റും, പക്ഷേ കയറുന്നില്ല. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയാലും മേലെത്തിയാലൊക്കെ ഈ ഒരു വ്യൂ പോയിന്റാണ് മെയിനായിട്ട് കാണാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി കാണുന്നവർ തൽക്കാലത്തേക്ക് പോയി.